ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉണക്കസ്രാവ് മീൻ കൊണ്ടുള്ള ഒരു കറിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അരമുറി തേങ്ങ, കാന്താരി മുളക് ആവശ്യത്തിന്, പിന്നെ പച്ചമുളക് 3 എണ്ണം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4-5 ചെറിയ ഉള്ളി, പിന്നെ കഴുകി വെച്ച സ്രാവ് അര, പിന്നെ പുളി ആവശ്യത്തിന് പുളി. പിന്നെ ഇതിലേക്ക് വേണ്ടത് വലിയ ജീരകം ആണ്. വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു മൺപാത്രത്തിൽ പച്ചമുളക് നടുകെ കീറിയതും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അത് തിളച്ച് വരുമ്പോഴത്തേക്കും തേങ്ങയും കാന്താരിമുളകും ചെറിയ ഉള്ളിയും വെള്ളവും ചേർത്ത് നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് സ്രാവ് മീനാണ്. മീൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് നമ്മൾ മാറ്റി വെച്ച പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് അത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ മീൻ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങൻ്റെ അരപ്പാണ്. തേങ്ങൻ്റെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കറി ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയാണ്. ടേസ്റ്റിന് വേണ്ടി വെളിച്ചെണ്ണ അതിൻ്റെ മേലെ കൂടി ഇറ്റിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ മിക്സാക്കിയിട്ടുണ്ട്. നമ്മളെ കറി ഇപ്പോൾ ഇവിടെ നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.